മലയാള സിനിമയിൽ എല്ലാ കാലത്തും തിയേറ്ററിൽ ആളെ കൂട്ടാനും ബോക്സ് ഓഫീസിൽ ചരിത്രങ്ങൾ സൃഷ്ടിക്കാനും കേൾപ്പുള്ള താരമാണ് മോഹൻലാൽ. ഓൺലൈൻ ബുക്കിംഗുകൾ തുടങ്ങുന്നതിന് മുൻപ് ഒരു മോഹൻലാൽ പടത്തിന്റെ ടിക്കറ്റിന് വേണ്ടി ആരാധകർ തിയേറ്ററിന് പുറത്തേക്ക് വരെ നീണ്ട ക്യൂ പാലിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മോഹൻലാൽ സിനിമയ്ക്ക് വേണ്ടി ദേശീയ പാർട്ടികളുടെ ഹർത്താലുകൾ വരെ മാറ്റിവെച്ച ചരിത്രമുണ്ട് കേരളത്തിന്. അത്രത്തോളം പ്രതീക്ഷയും ഹൈപ്പും അന്നും ഇന്നും മോഹൻലാൽ സിനിമകൾക്കുണ്ട്. എത്ര വലിയ ക്യാൻവാസിലുള്ള ചിത്രങ്ങൾ ഇറങ്ങി പരാജയപ്പെട്ടാലും മോഹൻലാൽ എന്ന നടന്റെ അടുത്ത പടത്തിന് വേണ്ടിയുള്ള ആരാധകന്റെ പ്രതീക്ഷകൾ വാനോളമാണ്. മലയാളത്തിൽ വലിയ ഹൈപ്പിൽ വരുന്ന ചിത്രങ്ങൾ എന്നും മോഹൻലാലിൻ്റെതാണ്. തമിഴ്നാട്ടിലും കേരളത്തിലും വിജയ് സിനിമകൾ ഉണ്ടാക്കുന്ന അതേ ഓളമാണ് കേരളത്തിൽ മോഹൻലാൽ സിനിമകൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ ചിത്രങ്ങൾ നിരൂപക പ്രശംസ നേടുമ്പോഴും ആരാധകർക്ക് അത്തരം പരീക്ഷണ മോഹൻലാൽ സിനിമകൾ ഇഷ്ടപ്പെടാതെ പോകുന്നത്. മോഹൻലാൽ എന്ന താരത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന മാസും തമാശയും കിട്ടാതാകുമ്പോൾ ഇത്തരം ചിത്രങ്ങൾ തിയേറ്ററിലും പരാജയം അനുഭവിക്കും. 2018 പുതിയ രൂപത്തിൽ മോഹൻലാൽ ഒടിയനായി എത്തിയപ്പോൾ വൻ പരാജയമാണ് തിയേറ്ററിൽ സംഭവിച്ചത്. നാളിതുവരെയില്ലാത്ത ഹൈപ്പിലാണ് ഒടിയനുമായി മോഹൻലാൽ എത്തിയത്. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരും തമിഴിൽ നിന്ന് പ്രകാശ് രാജിനെ പോലെയുള്ളവർ വന്നിട്ട് പോലും പടം തിയേറ്ററിൽ അമ്പേ പരാജയമാണ് സംഭവിച്ചത്. ഒടിയന്റെ സംവിധായകനും ചിത്രത്തെ പറ്റി വലിയ തള്ളലുകളാണ് പ്രേക്ഷകരോട് അന്ന് പറഞ്ഞതും. ഒടിയൻ കേരളത്തിന്റെ ബാഹുബലിയാണെന്നെല്ലാമാണ് അന്ന് സംവിധായകൻ പറഞ്ഞത്. എന്നാൽ ചിത്രം ഒരു ഫലവും തരാതെയാണ് തിയേറ്ററിൽ നിന്നും ഇറങ്ങിപ്പോയത്. ഒടിയന്റെ പരാജയത്തിന് ശേഷം വലിയ ഹൈപ്പിൽ വന്നത് കുഞ്ഞാലി മരക്കാറാണ്. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന വിജയ ഫോർമുല പക്ഷേ കുഞ്ഞാലി മരക്കാറിൽ കാണാൻ സാധിച്ചില്ല. ചരിത്ര കഥയോടൊപ്പം മോഹൻലാൽ യോദ്ധാവായി എത്തുമ്പോൾ തിയേറ്റർ പൂരപ്പറമ്പായി മാറിയിരുന്നു. എന്നാൽ കുഞ്ഞാലി മരക്കാർ തിയേറ്ററിൽ തന്നെ 8 നിലയിൽ പൊട്ടുകയായിരുന്നു. ചിത്രത്തിൽ പ്രണവിന്റെ അഭിനയ മുഹൂർത്തങ്ങൾ നന്നായപ്പോൾ മറ്റുള്ളവയെല്ലാം സിനിമയിലെ ഡയലോഗ് കടമെടുത്താൽ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെയായി. കഴിഞ്ഞ ദിവസമാണ് ലിജോയുമൊത്ത് മോഹൻലാൽ ബാലിബനായി എത്തിയത്. ബിഗ് ബഡ്ജറ്റിലെ ലിജോയുടെ ആദ്യ പടം, മോഹൻലാൽ ലിജോ കൂട്ടുകെട്ട്, മോഹൻലാലിന്റെ മാസ് വേഷം എന്നിങ്ങനെയെല്ലാം കൂടി വലിയ ഹൈപ്പാണ് സിനിമയ്ക്ക് വന്നത്. ഇതുകൂടാതെ ടിനു പാപ്പച്ചൻ വക സിനിമയിൽ മോഹൻലാലിന്റെ ഇൻട്രോയിൽ തിയേറ്റർ കുലുങ്ങുമെന്ന തള്ളും എല്ലാം കൂടി വലിയ ഹൈപ്പിലേക്കാണ് ബാലിബൻ നീങ്ങിയത്. അത് ചിത്രത്തിന് വലിയ തിരിച്ചടിയാണ് നൽകിയത്. ലിജോ മാജിക്കിൽ ഒരു നിരൂപക പ്രശംസയിലേക്ക് ഉയരേണ്ട ഒരു ചിത്രത്തെയും മോഹൻലാലിന്റെ പ്രകടനത്തെയും തിരിച്ചറിയാതെ മലൈക്കോട്ടെ വാലിബനും തിയേറ്ററിന്റെ വിജയ ചിത്രത്തിൽ ഇടം നേടാതെ പോയി. ഒരു അമർ ചിത്രകഥ പോലെ ആസ്വദിക്കേണ്ട പടത്തിനെ മോഹൻലാലിന്റെ മറ്റു മാസ് മസാല പടങ്ങളെ പോലെ കാണാൻ വന്നതും പ്രേക്ഷകരെ നിരാശയിലേക്കാണ് എത്തിച്ചത്. എന്നിരുന്നാലും ഇനി വരാനിരിക്കുന്ന ലൂസിഫറിന്റെ 2ാം ഭാഗമായ എമ്പുരാനിലും ബാറോസിലും ജോഷിയുടെ റംബാനിലും ജിത്തുവിന്റെ റാമിലും വലിയ പ്രതീക്ഷകളാണ് ആരാധകർ ഇനിയും വെച്ചു പുലർത്തുന്നത്. കാത്തിരിക്കാം അടുത്ത മോഹൻലാൽ ചിത്രങ്ങൾക്കായി.